ബിഗ് ബോസ് മലയാളം സീസൺ 7. ഓരോ സീസൺ കഴിയും തോറും മാർക്കറ്റ് കൂടി വരുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. ഇന്നിപ്പം സീസൺ 7 എത്തി നിൽക്കുന്നു മലയാളത്തിൽ. പ്രധാന ആകർഷണം ലാലേട്ടൻ തന്നെ, അത് പിന്നെ പറയണ്ടല്ലോ. അങ്ങേരൊരു ചിരി ചിരിച്ച എന്നാ ഒരു ഇതാന്നേ. അപ്പോൾ സീസണുകൾ ഓരോന്നായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും പുതിയ പുതിയ ചക്രവർത്തിമാർ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഉദ്ഘാടനത്തിനും കൊച്ചിൻ്റെ പേരിടലിനുമടക്കം ഈ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ പെയ്ഡ് വിളിപ്പിക്കൽ നടക്കുന്നു. വെളുപ്പിക്കലല്ല, വെളുപ്പിക്കൽ. ബുഹഹഹ. ഒരു കാലത്ത് ബിഗ് ബോസിൻ്റെ കോർ ആയി നിലകൊണ്ട മത്സരാർത്ഥിയായിരുന്നു അഖിൽ മാരാർ. സീസൺ 7 അതേപോലെ നിലനിൽക്കാൻ അഖിൽ മാരാർക്കായി. പക്ഷേ അദ്ദേഹം ഒരു മത്സരാർത്ഥിയുമല്ല. ചില മത്സരങ്ങളൊക്കെ ഒരു സീസൺ കഴിയുമ്പോഴേ നിൽക്കും. ചിലതാകട്ടെ കുറേയധികം സീസണുകൾ കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. ബിഗ് ബോസിനെ സംബന്ധിച്ച് ഓരോ സീസൺ കഴിയും തോറും അതിൻ്റെ മാർക്കറ്റിങ് കൂടിക്കൂടി വരികയാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? അഖിൽ മാരാറിൻ്റെ സീസണിൽ നാം കണ്ടതാണ്. അദ്ദേഹത്തോട് വാക്കാലെ പിടിച്ചു നിൽക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് സീസൺ 7 അദ്ദേഹം ഉന്നയിച്ച അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയെ കത്തിക്കുന്നു. അതിൽ ഇപ്പോൾ ട്രെൻഡ് കട്ടക്കട്ട വരണതിൻ്റെ വകയിൽ. ഏതായാലും അഖിൽ മാരാർ സീസൺ 7 മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, അത് പുറത്തു നിന്നുകൊണ്ട്. കാരണം അകത്ത് അത്രയ്ക്ക് കണ്ടൻറ്റുകളൊന്നും നടക്കുന്നില്ല. പുള്ളി കയറി വന്നതോടുകൂടി അട്ടിമറിയായിപ്പോയി. 0 to 100 എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. എന്തായാലും നടക്കട്ടെ. ഒരു ഗുമ്മൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നടപടികളൊക്കെ അങ്ങ് തുടങ്ങിയേക്കുക. സബ്സ്ക്രൈബ്, ലൈക്ക്, ഡിസ്ലൈക്ക്, ഷെയർ. ബൈ.